ഇവിടെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച സമയം മുതൽ ഞങ്ങൾ പറഞ്ഞത് BJPയും CPMും തമ്മിലൊരു അന്തർധാര നിലവിലുണ്ടെന്നാണ്. ഇന്നലെ EP ജയരാജൻ്റെ പ്രസ്താവനയോടെ അത് സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. EP ജയരാജൻ പറഞ്ഞത് അദ്ദേഹം ജാവേദ്കറെ കണ്ടുവെന്നാണ്. മുഖ്യമന്ത്രി അറിയാതെ ശ്രീ ജയരാജൻ ഇങ്ങനൊരു കൂടിക്കാഴ്ച നടത്തില്ല. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ പ്രതി പിണറായി വിജയൻ തന്നെയാണ്. BJPയും CPMും തമ്മിലുള്ള അന്തർധാര ആരംഭിച്ചത് ഇന്നും ഇന്നലെയുമല്ല, കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ആരംഭിച്ചതാണ്. കഴിഞ്ഞ ഗവൺമെൻറ് കാലം മുതൽ BJPയുമായി ധാരണയിലാണ് CPM പ്രവർത്തിക്കുന്നത്. തുടർഭരണമുണ്ടായത് തന്നെ BJPയുടെ വോട്ട് വാങ്ങിയിട്ടാണ്. UDFന് 40% വോട്ട്, LDFന് 44% വോട്ട്, BJPക്ക് 14% ഉണ്ടായിരുന്നത് 10 കുറഞ്ഞു. ആ 4%മാണ് തുടർഭരണത്തിലേക്ക് നയിച്ചത്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ സൂത്രധാരകൻ കാരണഭൂതൻ തന്നെയാണ്. കാരണഭൂതൻ അറിയാതെ എന്തായാലും ഇത് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് EP ജയരാജൻ്റെ പേര് ഒരു നടപടി ഉണ്ടാവില്ല, ഒരു സംശയവും വേണ്ട. കാരണം നടപടി എടുത്താൽ അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ തുറന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഒരു നടപടിയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഈ നടപടികളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പം ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞു വന്ന CPMും BJPയും തമ്മിലുള്ള അന്തർധാര എത്രമാത്രം ശരിയാണ് എന്ന് ഇന്നലെ തെളിഞ്ഞ ഒരു കാര്യമാണ്. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തെരഞ്ഞെടുപ്പിൽ UDFന് ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും വോട്ടിംഗ് യന്ത്രം കേടായി, മണിക്കൂറുകൾ കേടായി. ആളുകൾ പാവങ്ങൾ വോട്ട് ചെയ്യാൻ വന്ന് ഇന്നേ ആളുകൾക്ക് വെള്ളം പോലും കൊടുത്തില്ല. കാരണം പലയിടത്തും കറണ്ടില്ലായിരുന്നു, വെളിച്ചമില്ലായിരുന്നു. വലിയ തോതിലുള്ള പ്രയാസങ്ങളാണ് വോട്ടർമാർ ഇന്നലെ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അനുഭവിക്കേണ്ടി വന്നത്. ഇതെല്ലാം കൃത്യമായി പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഇലക്ഷൻ കമ്മീഷൻ എന്ത് പറ്റിയെന്നാണ് എൻ്റെ ചോദ്യം. ഏതായാലും ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് UDF മികച്ച വിജയം നേടുമെന്ന ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അല്ല, അത് ചില കേന്ദ്രങ്ങളിൽ UDFന് മികച്ച വോട്ട് കിട്ടേണ്ട മേഖലകളിലാണ് പലയിടത്തും ഈ യന്ത്ര തകരാറുണ്ടാവുകയും ആളുകൾക്ക് മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരികയും ഒക്കെ ചെയ്തത്. അതൊരു ഘടകമാണ്. എല്ലായിടത്തും ഞാൻ പറയുന്നില്ല, പലയിടത്തും അതുണ്ടായി. തന്നെയുമല്ല, ആളുകൾ വീട്ടിൽ പോയിട്ട് വീണ്ടും തിരിച്ചു വന്ന് വോട്ട് ചെയ്യുക, പലരും വന്നില്ല. അപ്പോൾ അതൊക്കെ വളരെ ഗൗരവമായ കാര്യമല്ലേ? ഭംഗിയായി തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുന്ന ഒരു സംവിധാനം കേരളത്തിൽ നിലവിലുള്ളപ്പോൾ എന്ത് പറ്റി എന്നുള്ളത് അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. ഒരാശങ്കയുമില്ല. ഞങ്ങൾ വോട്ടർമാർ അനുഭവിച്ച പ്രയാസങ്ങളും ദുരിതങ്ങളും പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് പൂർണ്ണമായ ശുഭാപ്തി വിശ്വാസമാണ്. 20-ൽ 20 സീറ്റും UDF നേടും, ഒരു സംശയവും വേണ്ട. ഒന്ന്, കനത്ത ചൂട്. 2, തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രത്തിൻ്റെ തകരാറ്. പലയിടത്തും മണിക്കൂറുകളോളം ആളുകൾക്ക്, പാവങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വന്നു. അങ്ങനെ അതോടൊപ്പം തന്നെ പലയിടത്തും വോട്ടർ പട്ടികയിൽ പേരില്ലാതെ പോയ ധാരാളം ആളുകളുണ്ട്. അപ്പോൾ കുറ്റമറ്റ ഒരു വോട്ടർ പട്ടികയില്ലായതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇലക്ഷൻ കമ്മീഷൻ അത് ഗൗരവത്തോടെ പരിശോധിക്കേണ്ട കാര്യമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.